അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ 2-3 ദിവസത്തെ ഫോട്ടോഷൂട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്ലിപ്സ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ആക്കാമെന്ന് വെച്ച് ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. മൊത്തം ഷൂട്ടും ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ട്രെയിനിലങ്ങ് പോവും. ഞാനും അമ്മയും കൂടെ ആണ് പോണത്. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ പുറത്ത്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഈ തുറന്ന് കിടക്കണം, ജനലൊക്കെ തുറന്ന് കിടക്കണം. അപ്പം അമ്മ കുറേ വഴക്ക് പറഞ്ഞ് അടിയൊക്കെ തന്ന് അമ്മ ജനൽ പിടിച്ചിട്ട്, എനിക്കിഷ്ടമല്ല, എനിക്ക് കുറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ കയറണം ഈ ട്രെയിനിലാണെങ്കിൽ. അങ്ങനെ വേണ്ട അമ്മ നിർബന്ധിച്ച് അടച്ചു വെച്ചപ്പോൾ അമ്മയ്ക്കൊരു മനസ്സുഖം. അങ്ങനെ നമ്മൾ പാർലറിലെത്തി നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് തുടങ്ങി. ഈ ജ്വല്ലറിയുടെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ജ്വല്ലറിയാണ്. പിന്നെ ഈ ഒരു ഹാഫ് സാരിയും അടിപൊളിയാണ്. എല്ലാം കൊളാബായിട്ട് കിട്ടിയതാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഹെയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ചേച്ചി ഫുഡ് മേടിച്ചെന്ന്. ഞാനും അമ്മയും എപ്പോൾ ഷൂട്ട് മാത്രമല്ല എവിടെ പോയാലും ഞാൻ തള്ള വൈഭാവും ഗൈസ്. എനിക്ക് ചോറ് വേണം കഴിക്കാൻ. എനിക്ക് ചോറാണ് എൻ്റെ ജീവിതം. ഞാൻ ചോറിന് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. അപ്പം നല്ല അടിപൊളി ചൂട് ചോറ് തന്ന് കഴിക്കാൻ ഞാനും അമ്മയും കൂടെ ഫുള്ളിരുന്ന് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയെങ്കിലും ഉച്ച ആ ഒരു സമയമാകുമ്പം വിശക്കും. ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഉണക്കമുളക്, അച്ചാർ, പയർ ഒക്കെ ഉണ്ടായിരുന്നു. പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയർ, ചമ്മന്തി, പപ്പടം, മോര്, മീൻകറി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് ഹെയറൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്തെ പറ്റി വലിയ ഐഡിയ ഇല്ല. ട്രിവാൻഡ്രത്തെ ലൊക്കേഷനെ പറ്റി ഭയങ്കര ഐഡിയ ഒന്നുമില്ല. ഫോട്ടോഗ്രാഫർ ട്രിവാൻഡ്രത്തുള്ളതല്ലായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, മധുരയിൽ നിന്ന് വന്ന ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ പുള്ളിക്കാരന് പ്രകൃതി രമണി ഒന്നും അവിടെ അത്ര ഇല്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ഗൂഗിളിൽ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. അങ്ങനത്തെ ലൊക്കേഷൻ വേണം. ഒന്നാമത് നല്ല മഴയാണ്. പിന്നെ ബാക്ക് ഫോട്ടോസൊക്കെ പുള്ളിക്കാരന് വേണമെന്ന് പറഞ്ഞ്. എനിക്കാണെങ്കിൽ ഒരു തേങ്ങ അറിയത്തില്ല ട്രിവാൻഡ്രത്ത്. പിന്നെ ഉള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി എന്നെക്കാളും കഷ്ടം. അങ്ങനെ ചേച്ചി കുറച്ച് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ചിങ് അല്ലെന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടൊരു അമ്പലത്തിൽ പോയി. അവിടെ നല്ല സൂപ്പർ കുളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഷൂട്ട് ചെയ്ത്. അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ പെർമിഷൻ തന്നില്ല, ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്നു. വലിയൊരു കുളമാണ് കേട്ടോ, വലിയൊരു കുളമാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ മഴയായതുകൊണ്ട് കുറച്ച് മഴയൊക്കെ കുറഞ്ഞിട്ട് കുളത്തിൻ്റെ അവിടെ വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫോട്ടോസ് നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കയറി നോക്കിയാൽ അതിൻ്റെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഔട്ട്ഡോർ എടുത്തിട്ട് ഇൻഡോറിലോട്ട് വന്ന് അവിടെ ഇതിപ്പോൾ എടുത്തത് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പാർലറിൻ്റെ മുകളിൽ തന്നെ അവരിങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ അകം ഇഷ്ടംപോലെ ഫ്രെയിംസ് ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രെയിംസ്, കണ്ണാടി, നല്ല കിടിലം ഡെക്കോറൊക്കെ വെച്ചിട്ട് ആ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അങ്ങനെ ഞാൻ ദുപ്പട്ട ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. പിന്നെ കുറേ ഷൂട്ടും കുറേ വീഡിയോസൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ചേച്ചി ഉണ്ടാക്കി വെച്ചേക്കുന്ന അടിപൊളിയായിട്ടാണ്. ഇത് മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും പ്രോപ്പർലി അതിനുവേണ്ടി സെറ്റപ്പ് ആക്കിയിട്ടില്ല. ഇതിപ്പം ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ആ ചേച്ചി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രാന്തിയായിട്ടായിരിക്കും ഇറങ്ങുന്നത്. കാരണം എനിക്ക് അമ്മയും ഞാനായിട്ട് എപ്പോഴും ഇവിടെയാണ്. അമ്മയ്ക്ക് ഞാൻ ആഭരണ വിഭൂഷിതയായിട്ട് ഇറങ്ങണം. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഡ്രസ്സിട്ട് വീട്ടിൽ പോയാൽ മതി, ആ അവസ്ഥയാണ്. തിരിച്ചും ട്രെയിനിലാണ് വരുന്നത്. ലേസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസത്തെ ഷൂട്ടെന്ന് പറയുന്നത് ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു രണ്ടാമത്തെ ഷൂട്ട്. ഒരു ഹിന്ദു ബ്രൈഡലായിരുന്നു. ഇതാണ് സാരി, നല്ല സാരിയൊക്കെ ആയിരുന്നു, അടിപൊളി മേക്കപ്പ്. ആ ചേച്ചിയുടെ തന്നെ മേക്കപ്പായിരുന്നു. ഫസ്റ്റ് ഡേ ഒരുക്കിയ ചേച്ചിയുടെ തന്നെ മേക്കപ്പായിരുന്നു. ഇത് ഇനി അങ്ങോട്ട് ഞാൻ എടുക്കുന്ന ഷോട്ട്സ് മാത്രമാണുള്ളത്. അമ്മ എടുത്തിട്ടില്ല. അമ്മ എന്താ എടുക്കാത്തതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അമ്മ അവിടെ ചുമ്മാ ഇങ്ങനെ നടക്കും. ഇതാണ് ലുക്ക്. അമ്മയുടെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ ഇനി കാണുന്ന ഒരു ഷോട്ട് എടുത്തത്. ഇതൊക്കെ ഞാൻ എടുത്തതാണ്. ഇത് അമ്മ മെയിൻലി അമ്മ പോർട്രേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല ലാൻഡ്സ്കേപ്പ് എടുക്കാൻ. പിന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണിക്കണം, എന്നാലേ അമ്മ എടുക്കത്തുള്ളൂ. എന്നാൽ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. അൽസാജിൽ വെച്ചിട്ടായിരുന്നു ഈ ഷൂട്ട് എടുത്തത്. അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു എടുത്തത്. പിന്നെ കഴക്കൂട്ടത്താണ്. ഈ ചേച്ചിയുടെ നല്ല മേക്കപ്പാണ് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തേക്കാം. അടിപൊളിയാണ് ഈ ചേച്ചി മേക്കപ്പ് ചെയ്യുന്നത്. കിടിലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേച്ചി മേക്കപ്പ് ചെയ്യുന്നത്. ഹെയർ സ്റ്റൈലൊക്കെ അങ്ങ് കിടിലമാണ്. മേക്കപ്പിനേക്കാൾ സൂപ്പർ ഹെയർ സ്റ്റൈലാണിത്.
ഒന്നും ഞാൻ റെഫറൻസ് പോലും കൊടുക്കത്തില്ല. ആ സ്പോട്ടിലാണ് ചേച്ചി എല്ലാം റെഡിയാക്കി തരുന്നത്. പിന്നെ ഞാൻ ഓടി നേരെ പാർലറിലോട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട്. അവർ നല്ല പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്ത് തരുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നടന്ന് ഈ ഷൂട്ടിൻ്റെ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. ട്രെയിനിലാണ് പോയത്. നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പുറത്തിറങ്ങുന്ന സമയത്ത് മഴ കാണത്തില്ല. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കുറച്ച് അകത്തോട്ടായിരുന്നു ഈ ഷൂട്ട് ഉണ്ടായിരുന്നത്. തിരുമല എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് പിന്നെ തമ്പാനൂർ ഇറങ്ങി നമ്മൾ ബസ്സിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ കറണ്ടില്ല. പിന്നെ വേറൊരു ചേട്ടൻ്റെ, ആ ചേച്ചിയുടെ പരിചയത്തിൽ തന്നെയുള്ള ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു മേക്കപ്പൊക്കെ ചെയ്തത്. ഈ ചെവി ഇരിക്കുന്ന 2 പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂട്ടിൻ്റെ മുന്നേ ഉള്ള 2 കോസ്റ്റ്യൂമായിരുന്നു. തുമ്മലെന്ന് വെച്ചാൽ അടുത്തൂടെ അപ്പോൾ കോമ്പാക്റ്റൊക്കെ ആയിട്ട് അവിടെ നിന്ന് തുമ്മിച്ചാവും. പിന്നെ അതായിരുന്നു ആ പൂവെടുത്ത്. പിന്നെ അടുത്തത് സാരിയായിരുന്നു. സാരിയുടെ മേക്കപ്പ് ഇതൊന്നും അമ്മ ഷൂട്ട് ചെയ്യത്തില്ല. അമ്മയുടെ കയ്യിലാണ് ഫോണുള്ളത്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന ക്ലിപ്സ് ഒന്നും അമ്മ എടുക്കത്തില്ല. എന്താണെന്നറിയത്തില്ല കേസ്. അമ്മ അങ്ങ് മറന്നു. അമ്മയ്ക്കൊരു ഉത്തരവാദിത്തമില്ല. അതാണ്. ഞാനാണെങ്കിൽ ഞാനും അങ്ങ് മറന്നു ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറയാൻ. അമ്മ ഇതൊക്കെ ഓർത്ത് ചെയ്യണ്ടേ. പിന്നെ മാനവീയം വീതിയിൽ വെച്ചിട്ടായിരുന്നു ആ ഷൂട്ട്. അവിടെ വെച്ച് തന്നെ അവിടെ റെസ്റ്റ് റൂം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി അപ്പം തന്നെ ട്രെയിനിൽ പോകാൻ. ട്രെയിൻ ഇപ്പം വരും എന്ന് പറഞ്ഞിരുന്ന് ട്രെയിൻ 1 മണിക്കൂറോളം ലേറ്റായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തി. രാത്രിയല്ല, വൈകുന്നേരം ആ ഒരു സമയമാകുമ്പോൾ തന്നെ എത്തും കേട്ടോ. പിന്നെ 3-ാമത്തെ ദിവസം ഈ ഒരു 2-ാമത്തെ ഷൂട്ടിൻ്റെ പിറ്റേ ദിവസം തന്നെയായിരുന്നു പിന്നെയും ട്രിവാൻഡ്രം വന്ന്. ഇത് കാട്ടാക്കട വെച്ചായിരുന്നു ഗൈസ് ഷൂട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മേടിച്ച്, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, മുട്ടയും പാലും പഴവും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കിട്ടിലെ സാധനമാണ്. ഞാനും അമ്മ ഇത് കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരെണ്ണം മാത്രമേ മേടിച്ചുള്ളൂ. റിഗ്രഷൻ. ഇനിയിപ്പം എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ഇത് മേടിക്കണം ഗൈസ്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ആ ദിവസത്തെ ഷൂട്ട് ഞാൻ പറഞ്ഞില്ലേ കാട്ടാക്കട വെച്ചായിരുന്നു. ഒരു അനാർക്കലി ആയിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് പോലെ ആയിരുന്നു. ഈ കോസ്റ്റ്യൂമിൻ്റെ ഷൂട്ട് നമ്മൾ എടുക്കാനായിട്ട് വാക്സ് മ്യൂസിയത്തിൻ്റെ ബാക്കിൽ പോകാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഇനി ഇതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് എടുത്തപ്പം അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, എന്തോ കാണിക്കുന്ന ഇവിടെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ എടുത്തൂടെന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിച്ച് ഇറക്കി വിട്ട്. തളരാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ബാക്കിലൊക്കെ പോയി കുറേ അടിപൊളി ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പോൾ ശരി, ബൈ.